വെരി ഇമ്പ്രസീവ് അല്ലേ? കാണാൻ തന്നെ എന്തൊരു ചെയ്യലാണ്. ഇതെനിക്ക് കുറേ പേര് അയച്ചു തന്നിട്ട് ചോദിച്ചു പ്രഗ്നൻസിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇത് സേഫ് ആണോ എന്നൊക്കെ. ആൻഡ് ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഹെവി ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ ബോഡി ഇതിനൊക്കെ യൂസ് ടു ആണ്, ആൻഡ് യുവർ പ്രഗ്നൻസി ഈസ് ലോ റിസ്ക്, നിങ്ങളുടെ പ്ലാസൻ്റെയിൽ ഇഷ്യൂസ് ഒന്നുമില്ല, നിങ്ങളുടെ ബേബിയുടെ ഗ്രോത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്ങനെയാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് വാട്ട് എവർ യു ആർ ഡൂയിങ് ബിഫോർ യു ആർ പ്രഗ്നൻറ്റ്. നിങ്ങൾ സ്ഥിരമായിട്ട് സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ് ഇൻ പ്രഗ്നൻസി. നിങ്ങൾ സ്ഥിരമായിട്ട് ഹെവി ഇൻറ്റൻസിറ്റി വർക്കൗട്ട്സും വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. നിങ്ങൾ ഇതേപോലെ യോഗയൊക്കെ സ്ഥിരം ചെയ്ത് നിങ്ങളുടെ ബോഡി അതിനോട് യൂസ് ടു ആണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. സോ ദ മെയിൻ തിങ് ഇസ് നോ യുവർ ബോഡീസ് ലിമിറ്റ്സ് ആൻഡ് കേപ്പബിലിറ്റീസ്. നിങ്ങൾ എന്താണോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് പ്രൊവൈഡഡ് യുവർ പ്രഗ്നൻസി ഈസ് ലോ റിസ്ക്, യു ക്യാൻ കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്, നോ ഹാം ദർ. ആൻഡ് ആക്ച്വലി എക്സസൈസ് ഇസ് എൻകറേജ്ഡ് ഇൻ പ്രഗ്നൻസി. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തയോട്ടം ബെറ്റർ ആവും, നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇസ് ബെറ്റർ, യുവർ പ്ലാസൻ്റൽ പെർഫ്യൂഷൻ ഇസ് ബെറ്റർ, കുഞ്ഞിലേക്കുള്ള ന്യൂട്രീഷൻ എത്തുന്നതും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ എല്ലാം ബെറ്റർ ആണെന്നാണ് സ്റ്റഡീസ് പറയാറ്. നോ യുവർ ലിമിറ്റ്സ്, know your capabilities, and do take part in some form of exercise during pregnancy. It is always encouraged.